മലയോര മേഖലയും അവിടെ അധിവസിക്കുന്ന ജനങ്ങൾ വളരെയേറെ ഭീതിയിലാണ്. പ്രത്യേകിച്ച് ഈ വന്യമൃഗങ്ങളുടെ ആക്രമണം വളരെ രൂക്ഷമായിരിക്കുകയാണ്. വയനാട്ടിലും മൂന്നാറ്റിലും ഈ ഒരു 2-3 ആഴ്ചകൾക്കിടയിൽ എത്രയോ മനുഷ്യജീവനുകളാണ് ഈ ആനയുടെ ആക്രമണത്താൽ നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഇത് ഞങ്ങൾക്ക് വലിയ ദുഃഖമുണ്ട്. ഇതിൽ ദുഃഖിക്കുന്ന കുടുംബങ്ങളോട്, അതുപോലെ തന്നെ ഇവിടെ അധിവസിക്കുന്ന ആളുകളുടെ ഭീതിജനകമായ അവസ്ഥയോട് ഇടുക്കി രൂപത അവരോടുള്ള ഞങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾ പ്രകടിപ്പിക്കുകയാണ്. ഇതിൽ സർക്കാർ ഉണർന്ന് പ്രവർത്തിക്കണം. പ്രത്യേകിച്ച് വനം വകുപ്പ് ഉണർന്ന് പ്രവർത്തിക്കണം. വനം വകുപ്പിന്റെ ഭാഗത്തു നിന്ന് ജനങ്ങളുടെ ഈ ജീവന് സംരക്ഷണം നൽകുവാനുള്ള അടിയന്തര നടപടികൾ ഉണ്ടാകണം. ഇവിടെ നടക്കേണ്ടത്, ഞങ്ങൾ ആവശ്യപ്പെടുന്നത്, ഇവർക്ക് ആവശ്യമായിട്ടുള്ള ഈ ജീവൻ നഷ്ടപ്പെട്ടിട്ടുള്ള ആളുകളുടെ കുടുംബാംഗങ്ങൾക്ക് അർഹമായ നഷ്ടപരിഹാരം കൊടുക്കണം. അവരുടെ കുടുംബങ്ങളുടെ പുനരധിവാസത്തിന് സർക്കാർ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഇവിടെ നിരവധി ആളുകൾ ജീവിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ മൂന്നാറിന്റെ കാര്യം പറയുകയാണെങ്കിൽ തോട്ടം തൊഴിലാളികൾ അധിവസിക്കുന്ന മേഖലയാണ്. ഈ ഒരു ദാരുണ സംഭവം നടന്നിരിക്കുന്നത് ജനവാസ മേഖലയിലാണ്. ജനവാസ മേഖലയിൽ പ്രകാരം വന്യമൃഗങ്ങൾ ഇറങ്ങി വരാതിരിക്കുവാനുള്ള നടപടികൾ, ശാസ്ത്രീയമായ നടപടികൾ ചെയ്യുവാനായിട്ട് അതിനുള്ള മുൻകരുതൽ എടുക്കുവാനുള്ള ഇച്ഛാശക്തി ബന്ധപ്പെട്ട സർക്കാരുകൾ, കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കാണിക്കണം. അതിനാവശ്യമായ രീതിയിൽ ഇന്ത്യയുടെ വനനിയമം പുതുക്കി കാലഘട്ടത്തിന് അനുസൃതമായ രീതിയിൽ ഇന്ത്യയുടെ വനനിയമം പരിഷ്കരിക്കണം. ഇതാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടുവാനായിട്ട്.